ഒരു തണ്ടപ്പേര് മാറ്റിക്കിട്ടാൻ 6 മാസം വില്ലേജ് ഓഫീസ് കയറിയിറങ്ങിയിട്ടാണ് കൃഷ്ണസ്വാമി കയറെടുത്തത്. അല്ലെങ്കിൽ അദ്ദേഹം ജീവനൊടുക്കില്ലായിരുന്നുവെന്ന് ഭാര്യ പറയുന്നു. അത് വസ്തുതാപരമാണെങ്കിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥർക്കെതിരെ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുക്കുകയും ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും വേണം. പക്ഷെ സാധ്യതയില്ല. ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന് ഉപദേശിച്ചവർ കാണുന്നുണ്ടോ ജീവനക്കാർ ചവിട്ടിപ്പിടിച്ച ഒരു ഫയൽ കൂടി നിശ്ചലമായത്? ജനങ്ങളുടെ ചോര ഊറ്റിക്കുടിക്കുന്ന ഈ ദുഷ്പ്രഭുക്കളെ ഒതുക്കാൻ ശേഷിയുള്ള ഭരണാധികാരികൾക്കായി ഇനി എത്ര കാലം കാത്തിരിക്കണം? അട്ടപ്പാടി കാവുണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശി കൃഷ്ണസ്വാമിയാണ് തിങ്കളാഴ്ച രാവിലെ കൃഷിസ്ഥലത്ത് തൂങ്ങിമരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 ഏക്കർ കൃഷിഭൂമിയുള്ള കർഷകനാണ് കൃഷ്ണസ്വാമി. ഇദ്ദേഹത്തിന്റെ ഭൂമിയുടെ തണ്ടപ്പേര് മറ്റൊരാളുടെ പേരിലായിരുന്നു. ഇത് മാറ്റിക്കിട്ടാൻ 6 മാസമായി വില്ലേജ് ഓഫീസിലും റവന്യൂ ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ടും പരാതി ബോധിപ്പിച്ചിട്ടും നടപടി ഉണ്ടായില്ലെന്നാണ് കുടുംബം പറഞ്ഞത്. എന്നാൽ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് തണ്ടപ്പേരിൽ വ്യത്യാസം വന്നതെന്നും അത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്നുമായിരുന്നു റവന്യൂ വകുപ്പിന്റെ ന്യായീകരണം. ഇത്തരം കേസുകളിൽ പതിവായി കേൾക്കുന്ന വാക്കാണ് സാങ്കേതിക പ്രശ്നം. 6 മാസം കൊണ്ടും തീർക്കാനാകാത്ത ആ സാങ്കേതിക പ്രശ്നം എന്താണെന്നറിയാൻ ജനത്തിന് താല്പര്യമുണ്ട്. ഉദ്യോഗസ്ഥരുടെ വിശദീകരണത്തിന് നിജസ്ഥിതി അന്വേഷിക്കുകയും വേണം. തണ്ടപ്പേര് പകർപ്പ് കൊടുക്കുന്നതിന് 50,000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് ഇക്കഴിഞ്ഞ ഓഗസ്റ്റിൽ മാനന്തവാടി പയ്യമ്പള്ളി വില്ലേജ് ഓഫീസറെ വിജിലൻസ് സംഘം പിടികൂടിയത്. തണ്ടപ്പേര് പകർപ്പ് നൽകുന്നതിന് കൈക്കൂലി വാങ്ങുന്നതിനിടെ തന്നെ പാലക്കാട് വാണിയംകുളം 1 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിജിലൻസ് പിടിയിലായത് കഴിഞ്ഞ ജൂണിലാണ്. ഏപ്രിലാണ് കൈക്കൂലി വാങ്ങവെ പത്തനംതിട്ട കുരുമ്പാല വില്ലേജ് ഓഫീസിലെ കാഷ്വൽ സ്വീപ്പർ അറസ്റ്റിലായത്. വളരെ ചുരുക്കം ആളുകളാണ് സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി കേസിൽ പരാതി കൊടുക്കുന്നത്. 99% പണം കൊടുത്ത് എങ്ങനെയെങ്കിലും കാര്യം സാധിക്കട്ടെ എന്ന് തീരുമാനിക്കുകയാണ്. പതിറ്റാണ്ടുകളായി മാറി മാറി വരുന്ന സർക്കാരുകൾ ഭരണം സുതാര്യമാക്കുമെന്നും അഴിമതി തുടച്ചു നീക്കുമെന്നും വീമ്പളക്കുന്നതല്ലാതെ ഒരു ചുക്കും സംഭവിക്കില്ല. ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്ന് ശമ്പളം വാങ്ങുന്നതിൽ വലിയൊരു വിഭാഗം അതേ ജനങ്ങളുടെ അവകാശങ്ങൾ നടത്തിക്കൊടുക്കാൻ കൈക്കൂലിയും വാങ്ങുന്നു. അഴിമതിക്കാരായ ഭരണകർത്താക്കൾക്ക് ഇത് നിയന്ത്രിക്കുന്നതിന് പരിമിതിയുണ്ട്. ജീവനക്കാരുടെ സംഘടനകളും തങ്ങളുടെ അഴിമതിക്കാരെ തൊടില്ല. പ്രസംഗവും അഴിമതിയും സമാന്തരമായി മുന്നേറുന്നതിനാൽ കൈക്കൂലി കൊടുത്താലേ കാര്യം നടക്കൂ എന്നത് നാട്ടുനടപ്പായി. വിരലിലെണ്ണാവുന്നവർ പിടിയിലായാലും ചെറിയൊരു സസ്പെൻഷന്റെ ശമ്പളത്തോടുകൂടി അവധി ആസ്വദിക്കുകയാണ്. കൈക്കൂലി പോലെ മറ്റൊരു അഴിമതിയാണ് സർക്കാർ ഓഫീസുകളിലെ അലസത. 10 മിനിറ്റ് കൊണ്ട് ചെയ്തു കൊടുക്കാവുന്ന ജോലികളും അവധിക്ക് വെച്ച് ജനത്തെ നരകിപ്പിക്കുന്നത് പതിവായി. ആവശ്യത്തിനും അനാവശ്യത്തിനും കോടതികൾ കേസ് അവധിക്ക് വെക്കുന്നത് പോലെയാണ് സർക്കാർ ഓഫീസുകളിലെ സ്ഥിതി. കൈക്കൂലി, ഓഫീസിൽ നിന്ന് മുങ്ങൽ, ജോലി വൈകിക്കൽ, ധാർഷ്ട്യം ഉൾപ്പെടെയുള്ള എല്ലാ അഴിമതികളെയും ഒളിപ്പിച്ചിരിക്കുന്ന കോട്ടകൾ തകർക്കേണ്ട കാലം കഴിഞ്ഞു. ഇത് അസാധ്യമല്ല. പക്ഷെ അഴിമതിരഹിതരായ ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കൾ ഉണ്ടാകണം. ശിക്ഷിക്കപ്പെടുന്നവരെ കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച് തരം താഴ്ത്തുകയോ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയോ ചെയ്യണം. ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാൻ ജീവനക്കാരുടെ സംഘടനകളെ അനുവദിക്കരുത്. ജീവനക്കാർ കൈക്കൂലി കേസിൽ പിടിയിലാകുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് പോലെ അവർക്കെതിരെ സ്വീകരിച്ച നടപടികളും ജനം അറിയേണ്ടതാണ്. ഓൺലൈൻ ഡിജിറ്റൽ സാധ്യതകൾ ഇത്ര വിപുലമായ കാലത്ത് ജീവനക്കാരന്റെ മുന്നിൽ ജനം കുമ്പിട്ട് നിൽക്കുന്ന സ്ഥിതി അപമാനകരമാണ്. കൃഷ്ണസ്വാമി ഇല്ലാത്ത കുടുംബത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആദിയോ എല്ലുമുറിയെ പണിതാലും പ്രത്യേക അവകാശങ്ങളൊന്നുമില്ലാത്ത കർഷകരുടെ ക്ലേശങ്ങളോ ചില്ലിമേടയിലിരിക്കുന്ന ജീവനക്കാർക്ക് മനസ്സിലാകില്ല. ഈ കേസിൽ ഉത്തരവാദികളുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അല്ലെങ്കിൽ നാളെ മറ്റൊരാൾ മറ്റൊരു പേരിൽ കൃഷ്ണസ്വാമിയുടെ വഴിയേ പോകും.